കായംകുളം ചിറക്കടവം കടക്കാപ്പള്ളി ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം 4ാമത് ഷഡാധാര പ്രതിഷ്ഠാ വാർഷികം 10ാമത് ദേവീ ഭാഗവത നവാഹയജ്ഞം എന്നിവയ്ക്ക് തുടക്കമായി. നവാഹയജ്ഞത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാർ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു. ചിറക്കടവം കടക്കാപ്പള്ളി ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിനും 4ാമത് ഷഡാധാര പ്രതിഷ്ഠാ വാർഷികത്തിനും 10ാമത് ശ്രീമദ് ദേവീ ഭാഗവത നവാഹയജ്ഞത്തിനും തുടക്കമായി. നവാഹയജ്ഞത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാർ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാറിനെയും യജ്ഞാചാര്യൻ ചേപ്പാട് ഹരിശങ്കരനെയും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഭാവം തുറങ്ങുന്ന നേതൃത്വം നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. കുടുംബക്ഷേത്രമാണ് അല്ലേ? 130 കുടുംബങ്ങൾ ചേർന്ന് ഇത്രയും പരിശുദ്ധമായ ഒരു ആത്മീയമായ ഒരു പരിസരം ഉണ്ടാക്കിയതിന് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ പലപ്പോഴും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കാര്യം അത് കൂടുന്നില്ല. എല്ലാവരും അവരുടേതായ ലോകം ഉണ്ടാക്കി, സ്വാർത്ഥതയുടെ പിരമിഡുകളുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുകയാണ്. തുടർന്ന് യജ്ഞവേദിയിൽ യജ്ഞാചാര്യൻ ചേപ്പാട് ഹരിശങ്കരന്റെ ദേവീ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു. ചിന്തയും വാക്കും പ്രവർത്തനവും ശുദ്ധമാകുന്നു. ചിന്തയും വാക്കും പ്രവർത്തനവും ശുദ്ധമാകുന്ന ഒരു വ്യക്തി ശുദ്ധമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബത്തിലൂടെ, യശത്തിലൂടെ, രാജ്യത്തിലൂടെ, ലോകത്തിലൂടെ വിശാലമായിരിക്കുന്ന ഭാരതീയ ലക്ഷ്യങ്ങളുടെ വിശാലമായിരിക്കുന്ന ചിന്തകളിനനുസരിച്ച് നമ്മൾ ബോധിക്കുമ്പോൾ ലോക സമസ്ത സുലഭം. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ ആലയ്ക്കമുറി, സെക്രട്ടറി NS മോഹൻദാസ് വളയ്ക്കകത്ത് മറ്റ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. CDNet ന്യൂസ്, കൃഷ്ണപുരം.